ഹായ് ഓൾ, ഇന്നൊരു കേക്ക് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്, അതിൻ്റെ വർക്കാണ്. പിന്നെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്യാസ് കഴിഞ്ഞു കേട്ടോ. ഇത് ഡക്ക് ഓവണാണ്, ഇത് ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യുക. ഈ ടൈമിൽ ഗ്യാസ് കഴിഞ്ഞു. പിന്നെ സിലിണ്ടർ ചേഞ്ച് ചെയ്യാൻ എനിക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെടുത്തിട്ട് ഇനിയിപ്പം കറണ്ടിൻ്റെ ഓവണ് ഇലക്ട്രിക് ഓവണിനകത്തേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇനി ഹസ്ബൻഡ് വന്നതിൻ്റെ ശേഷം സിലിണ്ടർ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇലക്ട്രിക് ഓവണിൽ വെച്ചിട്ട് കേക്ക് ഓരോന്നായിട്ട് ബേക്കാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ആ ഡക്ക് ഓവണിനകത്ത് ഇരുന്നിട്ട് ആ ചൂടിൽ അവിടെ ഇരിക്കട്ടെ. ഇത് ബേക്കായി വന്നതിൻ്റെ ശേഷം പിന്നെ ഇത് മാറ്റിയതിൻ്റെ ശേഷം ഇനി അടുത്തതിനെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഓരോന്ന് ഇപ്പം മുക്കാൽ ഭാഗം ബേക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ബേക്കായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അതാ ഒരെണ്ണം ബേക്കായിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം ഡക്ക് ഓവണിനകത്തുള്ളതിന് ഇപ്പോൾ സെക്കൻഡ് ട്രിപ്പായിട്ട് ഇപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ബേക്കായാൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഓവൺ ഓഫായിട്ട് ഇതിനെ പുറത്തേക്ക് എടുത്ത് വെക്കും. അപ്പോൾ ഇത് ആദ്യം ബേക്കായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ ഈ കേക്കുകളെല്ലാം. ഇതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പിന്നെ നമുക്ക് അന്നത്തെ ദിവസം ഒരു നട്ടി ബബിൾ കേക്കാണ് മോർണിംഗിൽ കൊടുക്കാനുള്ളത്. പിന്നെ 2 കേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ മോർണിംഗിലായിട്ട് തന്നെ നട്ടി ബബിൾ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഒരു മോഡൽ കേക്ക് ഞാനിപ്പോൾ ചെയ്യണത്. ഇപ്പോൾ ഇതൊന്നും നമ്മളങ്ങനെ കൂടുതലും കസ്റ്റമൈസ്ഡ് കേക്ക് ആയതുകൊണ്ട് അതിൻ്റെ ആ നോർമൽ ലുക്കിലുള്ള കേക്കുകൾ അങ്ങനെ വരാറില്ല കേട്ടോ, വല്ലപ്പോഴും വരാറുള്ളൂ. ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് സത്യത്തിൽ അതിൻ്റെ ഓർമ്മയില്ല, അത്രയും കാലമായിട്ടുണ്ടായിരിക്കും. എല്ലാം കസ്റ്റമൈസ്ഡ് കേക്കാണ് വരിക. പിന്നെ 2 കേക്ക് കൊടുക്കാണ്ടിരുന്നത് ഈ ഒരു കസ്റ്റമറിന് തന്നെയാണ് കേട്ടോ ഈ 2 കേക്കും. ഇതിൽ ഫോണ്ടൻ ഡെക്കറേഷനാണ് വന്നിട്ടുള്ളത്. ഇത് വൈകിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം കൊടുക്കാനായിട്ട് നമുക്ക് ഉള്ളതാണ് വെഡ്ഡിങ് കേക്ക്. അന്നത്തെ ദിവസമല്ല കേട്ടോ, ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് അന്നെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് പിറ്റേ ദിവസത്തിനാണ് കേട്ടോ. വീഡിയോസൊക്കെ കുറേ മുന്നേ എടുത്ത വീഡിയോസ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു എങ്ങനെ ഡേയ്സ് എന്നുള്ളതൊക്കെ മറന്നു പോകുന്നുണ്ട്. പിന്നെ കൊറിയർ അയക്കാനായിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുകയാണ്. ഇന്നിപ്പോൾ അധികം ഫ്ലവേഴ്സൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്ത് വെക്കുക. മോർണിംഗിൽ പിന്നെ അത് ഹസ്ബൻഡ് പോകുമ്പോൾ കൊറിയർ അയച്ചോളും. അത് ഹസ്ബൻഡിന് ഒഴിവുണ്ടെങ്കിൽ ഹസ്ബൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് അയക്കാറാണ് കേട്ടോ കൊറിയർ. അഡ്രസ്സും കാര്യങ്ങളും. ഇപ്പോൾ ഈ ഒരു ഫ്ലവർ ഒരുപാട് പേര് എന്നോട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഫ്ലവർ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ 3 ഷെയ്ഡിൽ നമുക്കുണ്ട്, റെഡും പിങ്കും പിന്നെ ലൈറ്റ് ഒരു പിങ്ക് കളറിൽ 3 ഷെയ്ഡാണ് കേട്ടോ സ്റ്റോക്ക് ഉള്ളത്. പിന്നെ നൈറ്റിലായിട്ട് ഇപ്പോൾ പോണത് തൃത്താലയാണ് കേട്ടോ. അത് സ്പേസർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. വെഡ്ഡിങ് കേക്കിന് സെൻട്രലായിട്ട് സ്പേസർ അക്രിലിക്കിൻ്റെ സ്പേസർ കൊടുക്കാണ്ട് അത് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അത് നമ്മളടുത്തുള്ള ഷോപ്പിലൊന്നും സാധനമില്ല, ഉള്ളതാണെങ്കിൽ റെൻറ്റിന് കൊടുക്കണതാണ്. പിന്നെ ഈ കസ്റ്റമറിന് റെൻ്റ് അല്ല, അവർക്ക് സാധനം കേക്കിൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വാങ്ങിക്കാനായിട്ട് തൃത്താല പോവുകയാണ് ഒക്കെ വന്നതിൻ്റെ ശേഷം. അങ്ങനെ നൈറ്റിൽ അത് വാങ്ങിയിട്ട് തിരിച്ചു വന്നു. പിന്നെ വാങ്ങാൻ പോയതും വാങ്ങിച്ചതൊന്നും പിന്നെ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തോ വീഡിയോ എടുക്കുന്നതിനോടൊക്കെ കുറച്ചൊന്ന് ബേക്കായ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ മോർണിംഗിൽ ഇതാ കൊടുക്കാനുള്ള കേക്കിൻ്റെ സ്പഞ്ചൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ഒന്ന് ക്രം കോട്ടൊക്കെ ചെയ്ത് നൈറ്റിലാണ് കേക്ക് സെറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ടൈം ഒരുപാടുണ്ടല്ലോ. അപ്പോൾ 3 kg ആണ് കേക്കിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത്. സെൻട്രലായിട്ട് സ്പേസറും. അപ്പോൾ 8 ഇഞ്ചിലുള്ള 9 ഇഞ്ചിലുള്ള കേക്ക് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് സ്പേസറും പിന്നെ ടോപ്പിലായിട്ട് 4 ഇഞ്ചിലുള്ള കേക്കുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടോട്ടൽ വെയിറ്റ് 3 kg ആയതുകൊണ്ട് തന്നെ 8 ഇഞ്ചിൽ 2.5 kg ടോപ്പിൽ താഴെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ട്രാവലിംഗ് ടൈമിലെങ്ങാനും വെയിറ്റ് ബാലൻസ് ചെയ്യാതെ വീഴുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 9 ഇഞ്ചിൽ കൊടുത്തത്. പിന്നെ എനിക്ക് ആ ഫൈനലായിട്ടുള്ള ലുക്ക് കണ്ടപ്പോൾ അത് 8 ഇഞ്ച് തന്നെ ആക്കിയാൽ മതി എന്ന് തോന്നിപ്പോയി. കാരണം എന്തോ ഒരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ട് ഫൈനൽ ലുക്കിൽ കേട്ടോ. ടോപ്പിലായിട്ട് 4 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് കേക്ക്. അപ്പം ബ്ലാക്ക് കളറും ഒരു ഡാർക്ക് ബ്ലാക്ക് അല്ല, ഒരു ഓഫായിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ബ്ലാക്കും പിന്നെ പിങ്ക് ഷെയ്ഡുമാണ് ക്ലയൻറ്റ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. റെഫറൻസ് പിക്കിൽ സെയിം തന്നെയാണ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്പേസറും അതിനകത്ത് ഫ്ലവറും അതുപോലെ ലൈറ്റും പിന്നെ ഡവൽസും ഫ്ലവേഴ്സും എല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ടിഷ്യൂ അങ്ങനെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇതിലെന്തെങ്കിലും മറന്നു കഴിഞ്ഞാലാണ് നമ്മൾ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും കേട്ടോ. കാരണം ഹാളിലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ സംഭവങ്ങളൊന്നും കിട്ടൂല. ഇനിയിപ്പോൾ വീട്ടിലാണെങ്കിലും കിട്ടാനില്ല, അടുത്തൊക്കെ ഇനിയിപ്പോൾ അറിയണവരുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇതാ പോവുകയാണ് എല്ലായിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർ ടൈം പറഞ്ഞതും നൈറ്റിൽ ആണ് കട്ടിങ് അങ്ങനെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലായിട്ട് കറണ്ട് പോയിട്ടാണ്. അപ്പോൾ പിന്നെ ഇരുട്ടത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ആ ബാക്കിയുള്ള ചെയ്ത്. ഒരുപാട് ഇരുട്ടില്ല, ചെറുതായിട്ട് ആ ഫോണിൻ്റെ ലൈറ്റിലൊക്കെ ആയിട്ട് ഞങ്ങൾ ചെയ്തു കിട്ടാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫൈനലായിട്ടുള്ള ലുക്കിൽ താഴെ ഭാഗം കുറച്ച് വലിയ കേക്കായിട്ട് തോന്നി. പക്ഷെ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ അങ്ങനെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്ത് തിരിച്ച് പോരുകയാണ്. അങ്ങനെ എല്ലാം സെറ്റായ ആ ഒരു സന്തോഷത്തോടെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സന്തോഷമാണല്ലോ, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോന്നു. വരുന്ന വഴിയിൽ കുറച്ച് ചായ ഒക്കെ കുടിച്ചു ഒന്ന് ഉഷാറാക്കിയിട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തതിനെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യണേ.